കൃപാതേ ജാതാ ചേത് കിമിവ മഹി ലഭ്യം തനുഭൃതാം മദീയക്ലേശൗഘപ്രശമനദശ നാമ കിയതി ന കേ ലോകേസ്മിന്നനിശമയി ശോകാഭിരഹിത ഭവദ്ഭക്ത മുക്ത സുഖഗതിരസക്ത വിദധതേ. ഇനി പറയണം. കൃപാതേ ജാതാച്ചേൽ, അങ്ങയ്ക്ക് കൃപ ഉണ്ടാവുകയാണ് എങ്കിൽ, തേ അങ്ങയ്ക്ക് കൃപ, ജാതാച്ചേൽ അങ്ങയ്ക്ക് കൃപ ഉണ്ടാവുകയാണ് എങ്കിൽ, അങ്ങയ്ക്ക് അനുകമ്പ ഉണ്ടാവുകയാണെങ്കിൽ, കിമിവ നഹി ലഭ്യ തനുഭൃതാം. തനുഭൃതാം, തനു ശരീരം, ശരീരം സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്ക്, എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും കിമിവ നഹി ലഭ്യം, ലഭിക്കാത്തത് എന്താണ്? അങ്ങയ്ക്ക് ദയ തോന്നിയാൽ ഈ ലോകത്തിലുള്ള സർവചരാചരങ്ങൾക്കും ലഭിക്കാത്തത് എന്താണ്? എല്ലാ അഭീഷ്ടങ്ങളും ലഭിക്കുമ്പോൾ അതിനെന്ത് വേണം? അങ്ങയ്ക്ക് എന്തുണ്ടാവണം? കൃപാ തേ ചേൽ, തേ കൃപാ ചേൽ, അങ്ങയ്ക്ക് കൃപയുണ്ടാവണം. അങ്ങയ്ക്ക് അനുകമ്പയോ കാരുണ്യമോ ഉണ്ടാവുകയാണെങ്കിൽ, അനുഭൃതാം അനുഭൃത്തുക്കൾക്ക്, തനുറ്റ ശരീരം, ശരീരമെടുത്ത ജീവികൾക്കെല്ലാം, കിമിവ നഹി ലഭ്യ, കിമിവ നഹി ലഭ്യ, ഏതാണ് ലഭിക്കാത്തത്? നഹി ലഭ്യ ലഭിക്കാത്തത് ഏതാണ്? കിട്ടാത്തത് എന്താണ്? എല്ലാം കിട്ടുന്ന അർത്ഥം. അങ്ങനെയാണെങ്കിൽ എന്താ എൻ്റെ അഭ്യർത്ഥന? മദീയ ക്ലേശൗഘ പ്രശമനദശ നാമ കിയതി. അങ്ങയ്ക്ക് മദീയ ക്ലേശൗഘം, മദീയം എൻ്റേത്, ക്ലേശം കഷ്ടപ്പാട്, ക്ലേശത്തിൻ്റെ ഔഘം കൂട്ടം, ക്ലേശൗഘം. ഇപ്പം എൻ്റെ കഷ്ടപ്പാടിൻ്റെ കൂട്ടം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കഷ്ടപ്പാടുകൾ. അത് പ്രശമനം ചെയ്യാൻ, പ്രശമനം ചെയ്യാൻ ഇല്ലാതെയാക്കാൻ, അത് നിസ്സാരമാണ്. നാമ കിയതി, അത് വളരെ നിസ്സാരമാണ് അങ്ങക്ക്. അങ്ങക്ക് കാരുണ്യം ഉണ്ടാവുകയാണെങ്കിൽ ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും ദുഃഖം അകറ്റാൻ അങ്ങക്ക് സാധിക്കും, അഭിലാഷം നിർവഹിക്കാൻ അങ്ങക്ക് സാധിക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ നിസ്സാരമായ കാര്യം, അല്ല എൻ്റെ ഈ ലോകം അങ്ങയെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ്. മദീയ ക്ലേശൗഘം, അത് പ്രശമനം ചെയ്യാനുള്ള ദിശ അർത്ഥം നിസ്സാരമാണ്. നാമ കിയതി ന കേ ലോകേസ്മിൻ അനിഷമായി ശോകാഭിരഹിത. ശോകാഭിരഹിതന്മാരെന്ന് വെച്ചാൽ ശോകം ഇല്ലാത്തവർ. എവിടെ? കേ ലോകേസ്മിൻ, അസ്മിൻ ലോകേ, ഈ ലോകത്തിൽ ഏതേത് ആളുകളാണോ, ഏതേത് ആളുകളാണോ അസ്മിൻ അനിഷമയി, എല്ലായ്പ്പോഴും ശോകാഭിരഹിതന്മാരായിട്ട് കാണുന്നത്. ഈ ലോകത്തിൽ ശോകാഭിരഹിതന്മാരായിട്ട് ഏതേത് ഭക്തന്മാരെയാണോ കാണുന്നത്, അവരൊക്കെ ഭവദ്ഭക്ത മുക്ത, അവർ ഭവദ്ഭക്തന്മാരാണ്, മുക്തന്മാരുമാണ്. വലിയ മുക്തന്മാരായ ഭവദ്ഭക്തന്മാരാണ്. അപ്പോൾ കേ ലോകേ അസ്മിൻ, ഈ ലോകത്തിൽ, ഗുരുവായൂരപ്പനോടുള്ള പ്രാർത്ഥനയാണ്. ഗുരുവായൂരപ്പ, ഈ ലോകത്തിൽ നിന്തിരുവഴിയുടെ, ഞാൻ ഇതിന് വ്യാഖ്യാനം വായിക്കണം, നിന്തിരുവഴിയുടെ ഏതേത് ഭക്തന്മാർ എല്ലാ സമയവും ദുഃഖമൊന്നും കൂടാതെ
വിസ്തരിക്കുന്നു. ദുഃഖമൊന്നും കൂടാതെ ജീവൻ മുക്തരായി ആണെന്ന് ജീവൻ മുക്ത അവസ്ഥയെ പ്രാപിക്കുന്നു. ഇതാണ് പറയുന്നത്. മുക്ത ഭവത് ഭക്ത മുക്ത സുഖഗതിരസക്ത. ഭവത് ഭക്തന്മാർ മുക്തന്മാരായിട്ട്, മുക്തന്മാർ വെച്ചാൽ മുക്തൻ എന്നുള്ള വാക്കിന് മോചിതൻ എന്നർത്ഥമാണ്. മോചിതൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മോക്ഷം നേടിയവെന്നർത്ഥമാണ്. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാണ്? മോക്ഷം എന്ന് പറഞ്ഞാൽ മോചനം എന്നാണ് അർത്ഥം. എന്തിൽ നിന്നുള്ള മോചനത്തിനാണ് മോക്ഷം എന്ന് പറയാം. അവിടെയാണ് വ്യാഖ്യാനം വേണ്ടത്. ഈ ലൗകികങ്ങളായ എല്ലാതരം സുഖങ്ങളിൽ നിന്നും മനസ്സ് അതിവർത്തിച്ചിട്ട് പരമാനന്ദാനുഭൂതിയിലെത്തുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകുമ്പോഴാണ് മോക്ഷം എന്നത് വാക്കുള്ളത്, മോചനം എന്നത് വാക്കുള്ളത്. പരമപുരുഷാർത്ഥായി നിൽക്കുന്നത് മോക്ഷമാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഒരു മനുഷ്യൻ ജീവിതത്തിൽ നേടേണ്ട 4 അവസ്ഥകളാണ് ഈ പറഞ്ഞത്. ധർമ്മം അത് എല്ലായ്പ്പോഴും വേണ്ടൊരു കാര്യമാണ്. അർത്ഥം എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ വേണം, പണം, സമ്പത്ത് വേണം. ആഗ്രഹങ്ങളില്ലാത്ത ജീവിതമില്ലല്ലോ. ആഗ്രഹങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് ആഗ്രഹങ്ങൾ വേണ്ടേ? വേണമല്ലോ. പ്രത്യേകിച്ച് ഗൃഹസ്ഥന് ആഗ്രഹങ്ങൾ വേണം. എന്താഗ്രഹങ്ങൾ? അടുത്ത തലമുറ ഗൃഹസ്ഥൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് ആഗ്രഹങ്ങൾ വേണം. പക്ഷേ ഈ ആഗ്രഹങ്ങളായാലും അർത്ഥമായാലും എങ്ങനെ വേണം നേടുന്നത്? ധാർമ്മികമായിട്ട് വേണം നേടുന്നത് എന്നർത്ഥം. പണം ധാർമ്മികമായിട്ട് നേടുക, ആഗ്രഹങ്ങൾ വളരെ നിയന്ത്രിതമായ രീതിയിൽ നേടുക. അങ്ങനെ ചെയ്താൽ അയാൾക്ക് എന്ത് കിട്ടും? മോക്ഷം കിട്ടുന്ന പറയുന്നത്. മോക്ഷം വെച്ചാൽ മുക്തി, മോചനമാണ്. എന്തിൽ നിന്നുള്ള മോചനം? ഒറ്റ വാക്കിൽ പറയും, ദുഃഖത്തിൽ നിന്നുള്ള മോചനം. ഏത് ദുഃഖം? സംസാര ദുഃഖം. എന്താ സംസാര ദുഃഖം എന്ന് പറഞ്ഞാൽ? ലോകജീവിതത്തിലെ ജീവിതാനുഭവങ്ങളാകുന്ന ദുഃഖം. അതായത് വീണ്ടും ജനിക്കുന്ന ഒരവസ്ഥ ഉണ്ടായാലുണ്ടാകുന്ന ദുഃഖത്തിൽ നിന്ന് മുക്തി ലഭിക്കും ആശയം. ആ മുക്തി ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ആനന്ദാനുഭൂതി ഉണ്ടാവണം. എന്താനന്ദാനുഭൂതി? ഭഗവത് ചൈതന്യവും ഞാനും ഒന്നാണ് എന്ന ഒരു ഏകഭാവന ഉണ്ടാകും. ആ ഏകഭാവനയിൽ എത്തുമ്പോഴാണ് ആനന്ദാനുഭൂതി ഉണ്ടാവുക. ആ ആനന്ദാനുഭൂതി ഉള്ള ഒരാൾക്ക് മുക്താവസ്ഥയാണുള്ളത്. പക്ഷേ മനസ്സിലായോ? ഇതിങ്ങനെ പറയാനേ എനിക്കും കഴിയുള്ളൂ കേട്ടോ. ഇതിപ്പോൾ പറഞ്ഞ ഇത് പ്രാപിക്കുന്നൊരവസ്ഥയെക്കുറിച്ച് പറയാൻ എനിക്കറിയില്ല. കാരണം ഞാനിതൊന്നും പ്രാപിക്കുന്ന ആളല്ലല്ലോ. ഞാനൊന്നും നിങ്ങൾക്ക് മുന്നിൽ വ്യത്യാസമില്ല. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു വ്യത്യാസമുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ജീവൻ മുക്താവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ജീവൻ മുക്തം വെച്ചാൽ ജീവിച്ചിരിക്കുന്ന അയാൾ. പക്ഷെ അയാൾ ഒന്നും അറിയണില്ല എന്നർത്ഥം. അയാൾ പരമാനന്ദാനുഭൂതിയിൽ അങ്ങനെ കഴിയുകയാണ്. അയാളെ അവധൂതം എന്നൊക്കെ പറയുന്നത് അയാളെയാണ്. അവധൂതം എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ ഇല്ലേ? അവധൂതം എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾക്ക് വെയിലില്ല, മഴയില്ല, കാലാവസ്ഥാ ഭേദങ്ങളില്ല, ഒന്നുമില്ല. അയാൾക്ക് സുഖമില്ല, ദ്വന്ദ്ങ്ങളൊന്നും അയാൾക്കില്ല. സുഖമില്ല, ദുഃഖമില്ല, അവ യാതൊന്നുമില്ല. ഒന്നും അയാൾ മനസ്സിന് ബാധിക്കില്ല. ഒക്കെ മനസ്സിൻ്റെ പുറത്താണ്. അങ്ങനെയുള്ള ഒരാളെയാണ് എന്താ പറയുക, മുക്തൻ എന്ന് പറയുക. അപ്പം അങ്ങനെയുള്ള മുക്തന്മാരായിട്ടുള്ള എല്ലാ ആളുകളും എങ്ങനെയുള്ള ആളുകളാണ്? ലോകേസ്മിൻ അനിശമായി ശോകാഭിരഹിത ഭവത് ഭക്ത മുക്ത സുഖഗതിയിൽ അസക്തത. സുഖഗതിയിൽ അസക്തിയുള്ളവരാണ്. സുഖഗതിയെ അസക്തത വെച്ചാൽ താല്പര്യമില്ലാത്തവരാണ് എന്ന് വിദഗ്ധതയെ അറിയുക. അപ്പം അങ്ങനെയുള്ള ഭക്തന്മാരായിട്ടുള്ള ആളുകളെല്ലാവരും എങ്ങനെയുള്ളവരാണ്? ജീവൻ മുക്തന്മാരായിട്ടുള്ള ആളുകളാണ് എന്ന് അറിയുക. ജീവൻ മുക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ആസക്തികളൊന്നും ജീവിതത്തിലില്ല. അവരെല്ലാം നേടിയവരാണ്. അവർക്ക് ചെയ്യേണ്ടതൊന്നുമില്ല, അയാൾക്ക് കിട്ടേണ്ടതൊന്നുമില്ല, ഒക്കെ കിട്ടിക്കഴിഞ്ഞവരാണ്. ഭഗവത്ഗീതയിലൊക്കെ അത് 4-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് വിവരിക്കുന്നുണ്ട്. അപ്പോൾ കേകേ ലോകേ അസ്മിൻ ലോകേ, ഈ ലോകത്തിൽ ആരൊക്കെയാണോ അനിശമെല്ലായ്പ്പോഴും അനിശമായി ശോകാഭിരഹിതന്മാരായിട്ട് ഭവത് ഭക്തന്മാരായിട്ട് തീർന്നിട്ടുള്ളവർ, അവരൊക്കെ മുക്തന്മാരാണ്,
സുഖഗതിയിൽ താല്പര്യമില്ലാത്തവരാണ്. ലൗകികമായ ഈ സുഖാനുഭൂതികളിലൊന്നും താല്പര്യമില്ലാതെ ജീവൻ മുക്തന്മാരായി തീർന്നിട്ടുള്ളവരാണ് ഭഗവത് ഭക്തിയിൽ അഭിരമിക്കുന്ന എല്ലാവരും. എന്താ കാര്യം വെച്ചാൽ ജീവൻ മുക്താവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ. ആചാര്യന്മാർ പറയും. ഇപ്പോൾ ഒരു എന്താ പറയുക, ഈ കാവ്യ അനുഭൂതിയെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഒരു കവിത വായിച്ചാൽ അതെങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിൽ ആനന്ദം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ പറയുന്ന സംഗതിയുണ്ട്. വികലിത വേദ്യന്തരമായ ഒരനുഭൂതി ഉണ്ടാകുമ്പോൾ എന്ന് പറയും. ആ അനുഭൂതി വികലിത വേദ്യന്തരം എന്ന് പറഞ്ഞാൽ, വേദ്യന്തരം എന്ന് വെച്ചാൽ വേദിക്കേണ്ടത്, അറിയേണ്ട അന്തരം മറ്റൊന്ന്, അറിയേണ്ട മറ്റൊന്ന് വികലിതമായ ഇല്ലാത്ത, മറ്റൊന്നും അറിയേണ്ടാത്ത, മറ്റൊന്നും അറിയാത്ത ഒരാനന്ദം നിങ്ങളുടെ മനസ്സിലുണ്ടാകുമ്പോൾ അതാണ് കാവ്യാസ്വാദനത്തിനുണ്ടാകുന്ന ആനന്ദം. ഇതിന് തുല്യമാണ് ബ്രഹ്മാനന്ദം എന്നാണ് പറഞ്ഞത്. ബ്രഹ്മാനന്ദം എന്ന് പറഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം ഇതിന് തുല്യമാണ്. അപ്പം എങ്ങനെയാണ് ഇതിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഏതിന് തുല്യ? ഞാൻ നിങ്ങൾക്ക് കൂടി ലളിതമായിട്ട് പറഞ്ഞുതരാം. ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചു. ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ കഥയിലേക്ക് അങ്ങോട്ട് ആകൃഷ്ടരായിട്ട് ഏതെങ്കിലും രംഗമൊക്കെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട രംഗങ്ങൾ വരുന്നു, കഥാപാത്രങ്ങൾ വരുന്നു. അപ്പോൾ ചില കഥാപാത്രങ്ങളോട് ഇഷ്ടം വരുന്നു, അനിഷ്ടം വരുന്നു. അവരൊന്നും ജീവിക്കുന്നില്ല നമുക്ക് അറിയാം. അനിഷ്ടം വരുന്നു. നമ്മൾ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾക്ക് എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ നമ്മുടെ ദുഃഖമാകുന്നു. അത് മറ്റവർക്ക് എന്തെങ്കിലും അപകടം വരുമ്പോൾ നന്നായി നമുക്ക് തോന്നുന്നു. നമുക്ക് തോന്നുന്നില്ലേ? അപ്പോൾ ഈ സമയത്ത് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ കരയുന്നുണ്ടോ? നമ്മൾ വേറൊരാൾ വിളിച്ചാൽ അറിയുന്നുണ്ടാവില്ല. ഈ ഒരു അനുഭൂതി നമുക്ക് സാധാരണ ഉണ്ടാവാറുണ്ട്. ഒത്തിരി ആരെങ്കിലും ഉണ്ടാവാറുണ്ട്. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ, നോവൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴോ, കവിത വായിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഒക്കെ അതിൻ്റെ കൊണ്ടിരിക്കാൻ അവിടെ ഇറങ്ങി ചെല്ലുമ്പോൾ മനസ്സ് അതിലങ്ങോട്ട് മുഴുകുമ്പോൾ വേറെ ഒന്നും അറിയാത്തൊരു മാനസികാവസ്ഥ ഉണ്ടാവാറ് ഇത്തിരി നേരെങ്കിലും. അതിന് തുല്യമാണ് ഈശ്വര സാക്ഷാത്കാര ജന്യമായ ആനന്ദാനുഭൂതി എന്ന് മാത്രമേ പറഞ്ഞാലും പറ്റൂ. അതിന് തുല്യം. ഏത് തുല്യം? ആ പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ വേദാന്ത ശാസ്ത്രമൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ. മറ്റൊന്നും മനസ്സിലേക്ക് കയറി വരാത്ത പരമമായ ആനന്ദാനുഭൂതിയിൽ മാത്രം മനസ്സ് മുഴുകുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയാണ് ഈ സാന്ദ്രാനന്ദം എന്ന് പറയുന്നത്. തുടങ്ങിയത് സാന്ദ്രാനന്ദം എന്നാണല്ലോ. ആ സാന്ദ്രാനന്ദമാണ് ഈ പറയുന്ന ജീവൻ മുക്താവസ്ഥയിൽ വരുന്നത്. കൃപാതേ ജാതാചേൽശിവിവ മഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഘപ്രശമന ദശാനാമകിയതി. ഈ ക്ലേശൗഘ പദം പിരിക്കുമ്പോൾ ക്ലേശാന്ന് കഴിഞ്ഞാൽ പിന്നെ ഓഖ എന്നാണ് പറഞ്ഞത്. ഓഖ അങ്ങനെ വരുമ്പോൾ ക്ലേശൗഘ എന്ന് സന്ധിയിൽ വരും. ആ പ്ലസ് ഓ സമം ഔ വരും. ക്ലേശൗഘ പ്രശമന ദശ നാമകിയതി. ഇപ്പം എൻ്റെ രോഗം മാറ്റുക എന്ന അവസ്ഥ വളരെ നിസ്സാരമാണ് അങ്ങയെ സംബന്ധിച്ചിടത്തോളം. അങ്ങയ്ക്ക് കാരുണ്യമുണ്ടെങ്കിൽ ഈ ലോകത്തിലെ എല്ലാവരുടെ ദുഃഖവും മാറ്റാൻ അങ്ങയ്ക്ക് ഒരു വിഷമമില്ല, കുഴപ്പം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ദുഃഖം മാറ്റുക എന്നത് അങ്ങയെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്, നിസ്സാരമാണ്. അപ്പോൾ കൃപാതേ ജാതാചേത്വിവമഹി ലഭ്യം തനുഭൃതാം മദീയ ക്ലേശൗഘപ്രശമനദശാനാമകിയതി. ന കേ ലോകേസ്മിൻ അനിശമയി ശോകാഭിരഹിത ഭവദ്ഭക്ത മുക്ത സുഖഗതിരസക്ത വിദധേ.
സുഖഗതി അസക്തത വെച്ചാൽ സുഖഗതിയിൽ താല്പര്യമില്ലാതെ എന്നർത്ഥം. ഒന്നിനും താല്പര്യമില്ലാതെ സുഖഗതി അസക്തത, അസക്തന്മാരായിട്ട് വിദഗ്ധതയെ സഞ്ചരിക്കുന്നു. എങ്ങനെയുള്ള ഭക്തന്മാർ നമുക്ക് മനസ്സിലായി പോയതുകൊണ്ടൊക്കെ ഇത് വായിച്ചോളൂ. മുനിപ്രൗഢാ രൂഢാ ജഗതി ഖലു മൂഢാത്മകതയോ ഭവൽ പാദാംഭോജസ്മരണവിരുജോ നാരദമുഖാ ചരന്തീശ സ്വൈരം സതത പരിനിർഭാത പരചിത് സദാനന്ദദ്വൈത പ്രസര പരിമഗ്ന കിമപരം. നാരദാദി മഹർഷിമാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. നാരദാദി എന്ന് പറഞ്ഞാൽ നാരദൻ, വ്യാസൻ, ഇതിങ്ങനെ കുറേ മഹർഷിമാരെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. മുനിപ്രൗഢ രൂഢ ജഗതി ഖലു ഗൂഢാത്മകതയാ, ഗൂഢമായ ഗതിയോടുകൂടിയ ആളുകളാണ് ഗൂഢാത്മകതയ. ഗൂഢമായ ഗതി എന്ന് പറഞ്ഞാൽ രഹസ്യമായ ഗതി. അങ്ങനെ രൂഢന്മാരായിട്ടുള്ള ആളുകൾ രഹസ്യമായ ഗതിയോടുകൂടി പ്രഖ്യാതന്മാരായ മഹർഷിമാരൊരു വർഗമുണ്ട്. അപ്പോൾ നാരദൻ ഇതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അദ്ദേഹം തപസ് ചെയ്തോ എന്തൊക്കെ ചെയ്തു എന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല കൃത്യമായിട്ട്. നാരദനെ പോലെയുള്ള ആൾക്ക് ഗൂഢാത്മകതയോ ഗൂഢനാണ്. അദ്ദേഹത്തിൻ്റെ ഈ അത്ഭുത സിദ്ധികളൊക്കെ എങ്ങനെ അദ്ദേഹത്തിന് സിദ്ധിച്ചു എന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലാക്കാത്തതാണ്, പറയാൻ കഴിയാത്തതാണ്. നേരെ കുറിച്ച് വേറെ ചില മഹർഷിമാരെ കുറിച്ചാണെങ്കിൽ അവർ ചില കാലം തപസ് ചെയ്ത് അതിൻ്റെ ഫലമായിട്ട് കിട്ടിയതാണെന്ന് പറയാൻ കഴിയുന്നു. മനസ്സിലാവുണ്ടോ പറയാൻ ആശയം? ഈ നാരദനെ പോലെയുള്ള ആളുകൾക്ക് അദ്ദേഹം ഇപ്പോൾ നാരദൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അദ്ദേഹം എവിടെ പ്രത്യക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു അവിടെ പ്രത്യക്ഷപ്പെടാൻ കഴിയുന്നു എന്നുള്ളതാണല്ലോ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അങ്ങനെയുള്ള മഹർഷിമാർക്ക് അവരുടെ രഹസ്യം അന്വേഷിച്ച് ചെന്നാൽ നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല എവിടെയാണ് എങ്ങനെയാണ് അവർക്ക് ഈ അവസ്ഥ വന്നു ചേർന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. ഈ എഴുത്തച്ഛൻ്റെ ഭാരതത്തിൽ പറയും, നമ്മൾ വാഹിനിമാരുടെയും മാമുനിമാരുടെയും ഉത്ഭവസ്ഥാനം അന്വേഷിക്കേണ്ടതാണ്. ഒരു നദി എവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് അന്വേഷിക്കുന്നതിന് അർത്ഥമൊന്നുമില്ല. വെള്ളം കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി നമ്മൾ, എന്നാൽ നമ്മുടെ കാര്യം പറഞ്ഞു. അതുപോലെ ഒരു മഹർഷി എവിടെ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരാളായി മാറിയത് എന്ന് അന്വേഷിക്കുന്നതിന് അർത്ഥമില്ല എന്നൊക്കെ പറയും. പക്ഷെ അത് ഇവിടെ ശരിയല്ല. എല്ലാ മഹർഷിമാരും ഒരേപോലെയല്ല. ചില മഹർഷിമാർക്ക് അപൂർവമായ സിദ്ധിയോട് കൂടിയവരാകും. ഇപ്പോൾ നാരദൻ തിരുമാവിൻ്റെ മകനാണ്. അപൂർവമായ സിദ്ധിയോടുകൂടിയ ഒരു മഹർഷിയാണ് നാരദൻ. അവരാണ് ഗൂഢാത്മകതയാ എന്ന് പറയുന്നത്. ഗൂഢ രഹസ്യമായ മാർഗങ്ങളിലൂടെ തപസ് ചെയ്ത് പ്രഖ്യാതന്മാരായിട്ടുള്ള ആളുകളാണ് നാരദനെ പോലെ ആളുകൾ. മുനിപ്രൗഢ രൂഢ ജഗതി ഖലു ഗൂഢാത്മകതയാ. ഗൂഢാത്മകതയാ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഗൂഢമായ ആത്മഗതിയോടുകൂടിയവരായിട്ട്. ഗൂഢമായ ആത്മഗതി വെച്ചാൽ രഹസ്യമായ ആത്മഗതിയുടെ മാർഗത്തോടു കൂടിയവരായിട്ട്. പിന്നെ ഭവൻ പാദാംഭോജ സ്മരണ വിരിജ, വേറെ ഒരു കൂട്ടരുണ്ട്. അവിടുത്തെ ഭവാന്റെ പാദാംഭോജം, പാദമാകുന്ന അംഭോജം താമര,
ആ പാദാംഭോജ സ്മരണ അതിൽ വിരുജന്മാരായ ആളുകൾ, പാദാംഭോജ സ്മരണ വിരുജ, ആ പാദാംഭോജത്തിൽ സ്മരിച്ചുകൊണ്ട് അരോഗന്മാരായിട്ടുള്ള ആളുകൾ. രുച രോഗം നടത്തണം. വിരുച എന്ന് വെച്ചാൽ രോഗമില്ലാത്തവർ, അരോഗന്മാരായ ആളുകൾ. വേറെ ചില മഹർഷിമാർ അവിടുത്തെ പാദാംഭോജത്തെ സ്മരിച്ച് തപസ് ചെയ്ത് രോഗമില്ലാത്തവരായി എന്ന് പറഞ്ഞാൽ ഏത് രോഗമില്ലാത്തവരായി ധരിക്കണം നമ്മൾ? ഭവരോഗമില്ലാത്തവരായി. എന്താ ഈ ഭവരോഗം എന്ന് പറഞ്ഞാൽ? സംസാര ദുഃഖമില്ലാത്തവരായിട്ട് വേറൊരു കൂട്ടർ മഹർഷിമാരുണ്ട്. അപ്പോൾ രണ്ടാമത്തെ മഹർഷിമാർ എങ്ങനെയുള്ളവരാണ്? ഭവത് പാദാംഭോജ സ്മരണ വിരുജന്മാർ. വിരുജൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? രുച ഇല്ലാത്തവർ. രുച എന്നൊക്കെ പറഞ്ഞ അർത്ഥം രോഗം അതില്ലാത്തവർ, അരോഗന്മാരായവർ. അവരാരൊക്കെയാണ്? നാരദമുഖ മുനിപ്രവര. നാരദമുഖ എന്നുള്ളതിന് നാരദൻ തുടങ്ങിയ എന്നർത്ഥം. നമ്മൾ ആദി എന്ന് ചേർക്കില്ലേ? നാരദാദി എന്ന് ചേർക്കുമ്പോൾ ആ ആദിക്ക് എന്താ അർത്ഥം പറയാം? തുടങ്ങിയ എന്നല്ലേ പറയാം. അതേ അർത്ഥം തന്നെയാണ് നാരദമുഖ എന്ന് പറഞ്ഞാൽ ആ മുഖത്തിനും അർത്ഥം. നാരദമുഖ, നാരദൻ തുടങ്ങിയ മുനിപ്രൗഢന്മാർ, മഹർഷിമാർ, മുഖ്യരായ മഹർഷിമാർ, നാരദൻ മുതലായ മഹർഷിമാർ. അപ്പോൾ രണ്ടു തരം മഹർഷിമാരെ കുറിച്ച് ഇവിടെ പറഞ്ഞെന്ന് ഓർക്കണം. ഒന്ന് ഗൂഢാത്മകതയ മഹർഷിമാരായവർ. രണ്ട് പാദാംഭോജ സ്മരണ കൊണ്ട് ഭവരോഗം മാറി ലൗകികങ്ങളായ എല്ലാ രോഗങ്ങളും മാറി ആത്മാരാമന്മാരായി മഹർഷിമാരായവർ. രണ്ടുതരം നാരദമുഖ, രണ്ടുതരം മഹർഷിമാര്. ജഗതി രൂഢാഖലു, ഈ ലോകത്തിൽ രൂഢന്മാരായിട്ടുണ്ട്. രൂഢന്മാരെന്ന് പറഞ്ഞാൽ പ്രസിദ്ധന്മാരായ എന്നർത്ഥം. രൂഢൻ, പ്രസിദ്ധൻ. അപ്പോൾ രണ്ടു തരം ഭക്തന്മാർ ഈ ലോകത്തിൽ പ്രസിദ്ധരായിട്ടുണ്ട് എന്നായി ആശയം കിട്ടി. അപ്പോൾ മുനിപ്രൗഢ രൂഢ ജഗതി ഖലു ഗൂഢാത്മകതയാ ഭവത് പാദാംഭോജ സ്മരണ വിരുജോ നാരദമുഖാ. ഇതിൻ്റെ അർത്ഥം കിട്ടിയില്ലപ്പോൾ? രണ്ടു തരം ഭക്തന്മാരുണ്ടെന്നുള്ളത് മനസ്സിലായില്ലേ? അവരാരൊക്കെയാണ്? നാരദമുഖന്മാരായിട്ടുള്ള ആളുകൾ, നാരദാദികളാണ് രണ്ടു തരം ഭക്തന്മാർ. വേണമെങ്കിൽ നാരദൻ കഴിഞ്ഞാൽ ശുകൻ എന്ന് പറയുന്ന മഹർഷിയുണ്ടല്ലോ. ശുകൻ, വ്യാസൻ്റെ മകനായ ശുകൻ ഉണ്ടല്ലോ. ആ ശുകൻ, അതുപോലെ സനകൻ, സനന്ദനൻ, സനാതൻ എന്നൊക്കെ പറഞ്ഞ് സനകാദികൾ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. 4 മഹർഷി കുമാരന്മാർ. ഇവരൊക്കെ ഈ ഗൂഢാത്മകതയാ വന്നവർ. ഈ ഭാഗവതത്തിൽ വിവരിക്കുമല്ലോ, ഈ ശുകൻ വസ്ത്രം ധരിക്കാത്ത ആളാണ് ശുകൻ. അങ്ങനെയാണ് ശുകനെ വർണ്ണിച്ചിട്ടുള്ളത്. ഈ പരീക്ഷിത്ത് പ്രായോപവേശം ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടല്ലോ. പ്രായോപവേശം എന്ന് പറഞ്ഞാൽ ദമ്പ വിരിച്ച് അതിലിങ്ങനെ കിഴക്കോട്ട് തലയും വെച്ച് മരണം വരെ കിടക്കലാണെങ്കിൽ പ്രായോപവേശം. മരണമൊക്കെ അത് കിടക്കുകയാണ് വിരിച്ച്. അപ്പോഴാണ് യാദൃച്ഛികമായിട്ട് സുഖമഹർഷി അവിടെ എത്തിച്ചേരുകയാണ്. ആ സുഖമഹർഷിയുടെ വരവ് വർദ്ധിക്കുമ്പോൾ അവിടെ സ്ത്രീകൾ ഒരു ജലാശയത്തിൽ കുടിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ സമയത്താണ് ഈ സുഖമഹർഷി വരുന്നത്. സുഖമഹർഷി നഗ്നനാണ്. സ്ത്രീകൾ ഈ വ്യാപുന്ന അറിയാത്ത മട്ടിൽ അവർ കൂടി ഈ സുഖമഹർഷിയെ കണ്ടിട്ടും അവർക്ക് യാതൊരു ഭാവഭേദമുണ്ടായില്ല. അതേ സമയത്ത് വ്യാസഭഗവാൻ ആ വഴിക്ക് വന്നപ്പോൾ, അച്ഛനായ വ്യാസൻ ആ വഴിക്ക് വന്നപ്പോൾ എല്ലാവരും പെട്ടെന്ന് വസ്ത്രം എടുത്ത് നാണം വച്ചു എന്ന് ഭാഗവത്തിൽ വിവരിക്കുന്നു. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ എത്തിയിട്ടുള്ള മഹർഷി വര്യനാണ് ആര്? സൂത മഹർഷി, നാരദ തുല്യനായിട്ടാണ്.
അതേ സമയത്ത് മറ്റു മഹർഷിമാരങ്ങനെയുള്ളവരല്ല. അവർ ധാരാളമായിട്ട് തപസ് ചെയ്ത് നേടിയിട്ടുള്ള ഈ ഭവലോകത്തിൽ നിന്ന് മുക്തി നേടിയവരായിട്ടുള്ള മഹർഷിമാരുണ്ട്. ജനകനെ പോലെയുള്ള മഹർഷിമാർ കൂട്ടിക്കൊണ്ട് മുനിപ്രൗഢാരൂഢാം ജഗതി ഖലു ഗൂഢാത്മകതയാ ഭവൽപാദാംഭോജസ്മരണവിരുജോ നാരദമുഖ ചരന്തീശ സ്വൈരം സതത പരിനിർഭാഗ പരജിസമാ സദാനന്ദ അദ്വൈത പ്രസര പരിമഗ്നാക്കിമ പരം. ഇതിൻ്റെ വാക്ക് സതത പരിനിർഭാഗ പരചിത് സദാനന്ദ അദ്വൈത പ്രസര പരിമഗ്ന. ഒറ്റ വാക്കായിട്ടാണ് വരിക. സമസ്തപദ എന്ന് പറയല് സതത. സതതം എന്ന് പറയുന്നതിന് അർത്ഥം എല്ലായ്പ്പോഴും എന്നാണ്. സതത പരിനിർഭാതം, എല്ലായ്പ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. പരിനിർഭാതം, പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന. പരചിത് സദാനന്ദാദ്വൈതം, പരമപ്രകാശമാകുന്ന സച്ചിദാനന്ദം, അഖണ്ഡം ഏകമായ സച്ചിദാനന്ദം, അല്ലെങ്കിൽ അഖണ്ഡമായ സച്ചിദാനന്ദം, അല്ലെങ്കിൽ അദ്വയമായ സച്ചിദാനന്ദം. ആ സച്ചിദാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് എന്നാണ് മഗ്ന, മുഴുകിക്കൊണ്ട്. അപ്പോൾ സതതം പരിനിർഭാത പരചിത് സദാനന്ദാദ്വൈത പ്രസര പരിമഗ്ന എന്നുള്ളതിന് അർത്ഥം പറയുമ്പോൾ എന്ത് വരും? എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അഖണ്ഡമായ അല്ലെങ്കിൽ അദ്വയമായ സച്ചിദാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് എന്നർത്ഥം. മുഴുകിക്കൊണ്ട് സ്വൈരസഞ്ചാരം ചെയ്യുന്നതെന്ന് അർത്ഥം. പരിമഗ്ന, മുഴുകി ആയ കിമപരം എന്ന് പറയണം. മറ്റെന്ത് വേണം എന്നർത്ഥം. കിമപരം, മറ്റെന്ത് വേണം. അപ്പോൾ അതിന് മുമ്പത്തെ ചരന്തി, സഞ്ചരിക്കുന്നു എന്നർത്ഥം. ചരന്തീശ, അത് ഈ നാരദമുഖ എന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ, അവരൊക്കെ ഈ ചരന്തീശ, ഈശ ചരന്തി, സഞ്ചരിക്കുന്നു. എങ്ങനെ? സ്വൈരം, ഒരു പ്രശ്നങ്ങളുമില്ലാതെ സ്വൈരം ചരന്തി, സ്വൈരമായിട്ട് സഞ്ചരിക്കുന്നു. എന്ത് ചെയ്തുകൊണ്ടാണ് അവർ സ്വൈരമായി സഞ്ചരിക്കുന്നതുകൊണ്ട്? അവർ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അഖണ്ഡമായ സച്ചിദാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് അവർ എല്ലായ്പ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ചരന്തി ഈശ, ഈശ ചരന്തി, അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. സ്വൈരം, സ്വൈരം ചരന്തി, ഒരു വിഷമവും കൂടാതെ അനായാസം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആരായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവര്? നാരദാദി മഹർഷിവര്യന്മാർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? ലോകത്തിൽ മുഴുവൻ എങ്ങനെയാണ്? പ്രകാശവും, പിന്നെ പ്രകാശം മാത്രമല്ലല്ലോ, സച്ചിദാനന്ദവും. ഈ സച്ചിദാനന്ദം എന്ന് പറഞ്ഞാൽ എന്താ സാധനം? അത് ഏകമായ സത്ത്, ചിത്ത്, ആനന്ദം മൂന്ന് കൂടിയതാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നത്. അതാണ് പരബ്രഹ്മം എന്ന് പറഞ്ഞ സാധനം സച്ചിദാനന്ദമാണ്. ആ സച്ചിദാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് അവർ സ്വൈരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് ഈ സ്വൈരസഞ്ചാരത്തിനുള്ള കഴിവ് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഉണ്ടായത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത് എന്ന് ആശയം. നാരദൻ എവിടെ എവിടെ പ്രത്യക്ഷപ്പെടേണ്ടതുണ്ടോ അവിടെ ഇവിടെ വരുന്നുണ്ട്. ഒരു തടസ്സം അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് ഉണ്ടാവുന്നില്ല എന്ന് ആശയം. മറ്റു തപസ്യമാർക്കും ഉണ്ടാവുന്നില്ല. ഉദാഹരണമായിട്ടാണ് പരീക്ഷത്തിൻ്റെ ആ സന്ദർഭത്തിൽ ശുഗൻ കടന്നു വരുന്നുണ്ട്. എവിടുന്നാ വരുന്ന ശുഗൻ ആർക്കും അറിയില്ല. എന്തേ ശുഗൻ വരാൻ കാരണം അറിയില്ല. ആരെങ്കിലും വിളിച്ചോ ശുഗനെ ചോദിച്ചാൽ അതും അറിയില്ല. പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് ഭാഗവതം ഉപദേശിക്കുകയാണല്ലോ ചെയ്യുന്ന പരീക്ഷത്തിൽ. അങ്ങനെയാണ് ഭാഗവതം ഉണ്ടാവുള്ളൂ, അല്ലേ?
ഭാഗവതം ഉണ്ടാവുന്നതിൻ്റെ കഥ കേട്ടല്ലേ നിങ്ങൾ? ഈ വ്യാസഭഗവാന് ഒരു മനക്ലേശം ഉണ്ടാവുകയാണ്. അതെ, വ്യാസഭഗവാൻ മനക്ലേശം ഉണ്ടാവുക. വ്യാസഭഗവാൻ ആരാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം 4 വേദങ്ങളെ 4ആയി വിഭജിച്ച ആളാണ്. ഏതോ 4? ഋക്ക്, യജുസ്, സാമം, അഥർവം. ഇങ്ങനെ 4ആയിട്ട് വേദങ്ങളെ വിഭജിച്ച ആളാണ് വേദവ്യാസൻ. അതുകൊണ്ട് ആ പേര് വന്നത് വേദങ്ങളെ വ്യസിച്ചവൻ, പകുത്തവൻ എന്ന അർത്ഥത്തിലാണ് ആ പേര് വരുന്നത്. ശരിക്കും പേര് എന്താണെന്ന് അറിയും? കൃഷ്ണ ദ്വൈപായനൻ എന്നാണ്. കൃഷ്ണയ്ക്ക് ദ്വീപിൽ വെച്ച് ഉണ്ടായവൻ. കൃഷ്ണാച്ച സത്യവതിയാണ്. അങ്ങനെയാണ് ശരിക്കുള്ള പേര്, കൃഷ്ണദ്വൈപായനൻ. പിന്നെ വേറെ പേരുകളുണ്ട്, പാതരായൻ തുടങ്ങിയ പേരുകളൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ അതിനുശേഷം പിന്നെ അദ്ദേഹം ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞ കൃതി എഴുതി. വേദാന്ത ശാസ്ത്രമാണ് ബ്രഹ്മസൂത്രം. 18 പുരാണങ്ങൾ എഴുതി. 18 പുരാണങ്ങൾ എഴുതി. പിന്നെ മഹാഭാരതം എന്ന 1.25 ലക്ഷം ശ്ലോകങ്ങളുടെ ഇതിഹാസം എഴുതി. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മനസ്സിൽ സ്വസ്ഥത കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം നാരദൻ വന്നത്. നാരദൻ ചോദിച്ചു, എന്താണ് അങ്ങനെ മൂഢൻ ഇതിരിക്കണത് എന്ന് ചോദിച്ചപ്പോൾ വ്യാസൻ പറയാണ്, എനിക്ക് മനസ്സിനൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല. ഇതൊക്കെ ഞാൻ ചെയ്തു, എന്നിട്ടും എനിക്ക് ഒരു സ്വസ്ഥത കിട്ടുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോഴാണ് നാരദൻ പറഞ്ഞത്, അങ്ങ് ഒന്നും ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്, അതാണ് കാര്യം. എന്നുവെച്ചാൽ ശ്രീകൃഷ്ണനെ അങ്ങ് മഹാഭാരതത്തിലൊക്കെ പ്രതിപാദിച്ചുവെങ്കിലും കൃഷ്ണകഥ സമ്പൂർണ്ണമായിട്ട് അങ്ങ് ആവിഷ്കരിച്ചില്ല ഇവിടെ. അതുകൊണ്ട് ആ കൃഷ്ണകഥ ആവിഷ്കരിച്ചാൽ അങ്ങക്ക് മനഃശാന്തി കിട്ടും. ആ അടിസ്ഥാനത്തിലാണ് കൃഷ്ണകഥ എഴുതണത്. അങ്ങനെയാണ് ഭാഗവതത്തിൻ്റെ നിർമ്മാണം. അതുകൊണ്ടാണ് ഭാഗവതം വായിച്ചാൽ നമുക്ക് മനഃശാന്തി ഉണ്ടാവുമെന്നൊക്കെ പറയാൻ കാരണമുണ്ട്. അപ്പോൾ നാരദനാണ് ശരിക്ക് ആർക്ക് പ്രകാശം നൽകിയത്? പരീക്ഷത്തിന് പ്രകാശം നൽകിയത്. ഇങ്ങനെ എത്രയോ ആളുകൾക്ക് പ്രകാശം നൽകിയിട്ടുള്ള ആളാണ് നാരദൻ എന്നാണ് ഈ പറഞ്ഞത്. നാരദാദികൾ എന്ന് ഈ പറഞ്ഞത്. മുനിപ്രൗഢ രൂഢ ജഗതിഖലു ഗൂഢാത്മഗതയോ ഭവത്പാദാംഭോജസ്മരണവിരുജോ നാരദമുഖ ചരന്തി ഈശ സ്വൈരം സതത പരിനിർഭാത പരജിത് സദാനന്ദദ്വൈത പ്രസര പരിമഗ്ന ഇവ പരം. മനസ്സിലായില്ലേ? ഇപ്പോൾ ആശയം മനസ്സിലായില്ലേ? മൂന്നാമത്തെ വരിയിലേക്ക് അർത്ഥം നല്ല മനസ്സിലായില്ലേ? അർത്ഥം മനസ്സിലായില്ലെങ്കിൽ കൃത്യമായിട്ട് പറയണം കേട്ടോ. എന്നാലേ ഞാൻ വീണ്ടും പറഞ്ഞു തരാം.